ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചതുരനെല്ലിക്ക അച്ചാറുണ്ടാക്കാം. അപ്പം ഞാനിത് ഇവിടെ ഫാമിൽ പോയ സമയത്ത് കുറേ ചതുരനെല്ലിക്ക പറിച്ചെടുത്തിരുന്നു. സപ്പോട്ട പറിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്താണ് ചതുരനെല്ലിക്ക അവിടെ കണ്ടത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ്. ഇപ്പം നാട്ടിലുണ്ടായ സമയത്ത് ചെറുതായിരിക്കുമ്പോഴൊക്കെ കഴിച്ചതാണ്. പിന്നെ ബാംഗ്ലൂർ വന്നപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ കുറച്ച് പറിച്ചെടുത്തു. കുറച്ച് നമുക്കിത് അച്ചാറിടാനും ഉപ്പിലിടാനും വേണ്ടി ഞാനിതവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് 2-3 വെള്ളത്തിൽ ഞാനത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് അച്ചാറിനും കുറച്ച് ഉപ്പിലിടാനും വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എനിക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഞാനിതേ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അച്ചാറിനാണ് എടുത്ത് വെച്ചിരിക്കുന്ന ചതുരനെല്ലിക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ നെല്ലിക്ക ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. കൂടുതൽ സമയം അങ്ങനെ വേവിച്ചെടുക്കണ്ട. പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് വെള്ളം കളയണം. വെള്ളം കളഞ്ഞ് നന്നായിട്ട് തുടച്ചൊരു കോട്ടൺ തുണിയൊക്കെ വെച്ച് തുടച്ചെടുത്താലും നന്നായിട്ട് വെള്ളം ഇത് നെല്ലിക്ക ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അച്ചാറിടുന്ന സമയത്ത്. അപ്പോൾ അത് നെല്ലിക്കൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി 2 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പിലയാണ്. ഇനി നമുക്ക് നല്ല ചൂട് കട്ടിയുള്ളൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഇനിയും കൂടുതൽ ഒഴിക്കുന്നത് നല്ലതാണ്, അച്ചാർ കേടുവരില്ല. പിന്നെ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് പൊട്ടിയാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഇനിയിപ്പോൾ ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചി പിന്നെ നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചെറുമാതിരി വെളുത്തുള്ളിയാണ് ഞാൻ കിട്ടിയിരുന്നത്. അതുകൊണ്ട് വെളുത്തുള്ളിക്കാണെങ്കിൽ നമുക്കൊന്ന് 2 പീസാക്കി എടുക്കാം. അപ്പോൾ വെളുത്തുള്ളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതേ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷമാണ് അതിലേക്ക് ചില്ലി പൗഡർ, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി പിന്നെ നെല്ലിക്കൊക്കെ എത്രയാണോ എടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പാണ് കേട്ടോ. ഉപ്പ് എപ്പോഴും കൂടുതൽ തന്നെയാണ് അച്ചാറിൽ നല്ലത്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉലുവ പൊടിയാണ് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇനി കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ്, ഉലുവപ്പൊടി, കായപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നത് മിക്സാക്കി എടുക്കണം. അതേ ചൂടിൽ തന്നെ മതി. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചാൽ മതി. നെല്ലിക്കൊക്കെ അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് വിനാഗിരി നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് കുറച്ച് പുളി കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ നെല്ലിക്ക ആയതുകൊണ്ട് അച്ചാറിൽ എന്തായാലും നമ്മൾ വിനാഗിരി ചേർക്കും, പക്ഷേ നെല്ലിക്കയുടെ ആയതുകൊണ്ട് ആണ് പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല, ഡ്രൈ ആക്കി തന്നെയാണ് വെക്കുന്നത്. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ ചതുര നെല്ലിക്ക കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് 2-3 ദിവസം നമ്മൾ വെച്ചതിന് ശേഷമാണ് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണയാണല്ലോ ചേർത്തിരിക്കുന്നത്.
അപ്പോൾ വെള്ളവും ചേർത്തിട്ടില്ല. അപ്പം നല്ലോണം ഇനി 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കൂ. നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇനിയും കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചതുരനെല്ലിക്ക അച്ചാർ റെഡിയായി. ഇനി നമുക്കിത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിത് ഇനിയിപ്പോൾ നമുക്ക് ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലൊക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ കുപ്പിയുടെ ബൗളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതൊരു കുപ്പിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇതിന് 2 ദിവസം വെക്കുമ്പോൾ ശരിക്കും ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരും. നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി നെല്ലിക്ക നമുക്ക് ഉപ്പിലിടുകയും ചെയ്യാം. അപ്പോൾ അതേ അച്ചാറെല്ലാം ഞാൻ ഈ കുപ്പിയുടെ ബൗളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ അച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. വീട്ടിൽ നെല്ലിക്കൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.